പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വിശേഷപ്പെട്ട വിഗ്രഹ യോഗമാകുന്നു. വ്യാഴവും സൂര്യനും തമ്മിലുള്ള ഒരു യോഗം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ വ്യാഴമുള്ളത് മിഥുനം രാശിയിലാണ്. സൂര്യൻ മിഥുനം 1-ാം തീയതി, അതായത് ജൂൺ മാസം 15-ാം തീയതി മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയാണ് ഈ വിഗ്രഹയോഗത്തിൻ്റെ പ്രസക്തി നാം ചിന്തിക്കുന്നത്, ശുഭാശുഭ ഫലങ്ങളും ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ വ്യാഴത്തിന് മൗഢ്യം കൊടുത്തു കഴിഞ്ഞു. മൗഢ്യം ഗതാസ്തേ വിഫലാഹ. ഒരു ഗ്രഹം സൂര്യനിൽ നിന്നും മൗഢ്യം അനുഭവിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം ഉണ്ടാകില്ല. അതിനാൽ വ്യാഴം ദുർബലമാണ്. ഇടവം 29-ന് ജൂൺ മാസം 12-ാം തീയതി മുതൽ വ്യാഴത്തിന് മൗഢ്യം സമ്മാനിച്ചു സൂര്യൻ. അതിനാൽ അത് വളരെയധികം കാഠിന്യത്തെ ഉളവാക്കും. 12, 13, 14, 15 വരെയുള്ള 4 ദിനങ്ങൾ. ഇനി ജൂൺ മാസം 15-ാം തീയതി ഏകരാശിയിൽ വരുമ്പോൾ മൗഢ്യത്തിൻ്റെ കാഠിന്യം കുറയും. ഈ മൗഢ്യം എത്ര ദിവസം വരെ ഉണ്ട് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. മിഥുനമാസം 23-ാം തീയതി വരെ, അതായത് 2025 ജൂലൈ മാസം 7-ാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമാണ്. ഏകരാശിയിലായതുകൊണ്ട് അതിന് ശക്തി കുറയുമെന്ന് മാത്രം. സ്വതവേ സൂര്യനും വ്യാഴവും തമ്മിലുള്ള വിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ക്രൂരം വാഗ്പതിന അന്യകാര്യ നിരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സൂര്യനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ അന്യരുടെ കാര്യത്തിൽ നിരതനാവുക, താല്പര്യമുണ്ടാവുക, സ്വന്തം താല്പര്യം ബലി കഴിച്ച് അന്യരുടെ കാര്യത്തിലും വിഷയത്തിലും ചെന്ന് ചാടുക, എന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുക. എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടാകാം അപ്രകാരത്തിൽ. ക്രൂരം, വിഷമാവസ്ഥ സൃഷ്ടിക്കുക, ക്രൂരമായ അവസ്ഥ സംജാതമാക്കുക. വളരെ ഒരു ദുർബലമായ ദിഗ്രഹ യോഗമാണ് ആദിത്യനും വ്യാഴവും പരസ്പരം ദിഗ്രഹ യോഗത്തിലൂടെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മാനസാഗരി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തെ വളരെ ഫലപ്രദമായി നല്ല രീതിയിലാണ് ആചാര്യൻ പ്രവചിച്ചിരിക്കുന്നത്. ഉപാധ്യായ അതിവിഖ്യാത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അധ്യാപകനാകാം, വിദ്യ ഉപദേശിക്കുന്ന വ്യക്തിയാകാം, അതിവിഖ്യാത, അദ്ദേഹം വളരെ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പലരുടെയും ജാതകത്തിൽ ഈ യോഗം വരുമ്പോൾ നിങ്ങൾക്ക് ഈ 2 ദിഗ്രഹ യോഗങ്ങളും 2 ആചാര്യന്മാർ പറഞ്ഞ വിഷയവും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഏതായാലും ഈ ദിഗ്രഹ യോഗം 32 ദിവസം മാത്രമേ ഉള്ളൂ. അതിൽ ഭൂരിഭാഗ ദിനവും വ്യാഴത്തിന് മൗഢ്യവുമാണ്. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണ്? ധീജിത് പുത്ര അംഗസൗഖ്യം, ബുദ്ധി, സന്താനങ്ങൾ, സന്താന ശ്രേയസ്, മനസ്സ്, ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങൾ. വ്യാഴം ധനപതിയാകുന്നു. ആദിത്യനാണെങ്കിൽ തൻ്റെ ആത്മപ്രഭാവമാണ്, വ്യക്തിത്വമാണ്, പിതാവാണ്. അതിനാൽ നമുക്ക് മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം. ഇടവൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ഇടവം രാശി. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് 2-ാം ഭാവത്തിലാണ് സൂര്യനും വ്യാഴവും നിൽക്കുന്നത്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, ഇടവം രാശിക്കാരുടെ അഷ്ടമാധിപനാകുന്നു വ്യാഴം. അപ്രകാരം ലാഭാധിപനുമാകുന്നു. അഷ്ടമാധിപനായ വ്യാഴം അഷ്ടമഭാവത്തേക്ക് നോക്കുന്നുണ്ട്. സൂര്യൻ 4-ാം ഭാവാധിപനാകുന്നു. 4-ാം ഭാവാധിപത്യമാണ് സൂര്യനുള്ളത്. വ്യാഴത്തിന് ലാഭാധിപത്യവുമുണ്ട്. അതിനാൽ ഇടവൻ രാശിക്കാർക്ക് ഇപ്പോൾ ഭൂമി ലാഭം, കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഭൂമി വിൽപ്പന, ഇതൊക്കെ ശ്രദ്ധിക്കാം. ഭൂമിയുടെ ലാഭം, അതിലൂടെ ധനലാഭം. പക്ഷെ ഇവിടെ കഷ്ടപ്പെട്ട് ധനമുണ്ടാക്കുമെന്നാണ് ഈ യോഗം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ യോഗം പ്രവാചകർക്ക്, പ്രചാരകന്മാർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക്, അധ്യാപകർക്ക്, എഴുത്തുകാർക്ക്,
കവിത്വ ബുദ്ധിയുള്ളവർക്ക് വളരെയധികം ഗുണപരമായി ഭവിക്കുന്നതാണ്. 2-ൽ വ്യാഴം വരുമ്പോൾ ഫലം അതാണ്. കവിത്വമതിൽ ദണ്ഡ നേതൃത്വ ശക്തി, കവിത്വ ഗുണങ്ങൾ ഉണ്ടാവുക, നേതൃത്വ ഗുണവും ശിക്ഷയും നടപ്പിലാക്കുന്ന പദവി ലഭിക്കുക. സൂര്യൻ അതിന് എന്ത് ചെയ്യുന്നു? അടിവരയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. സൂര്യൻ ആത്മപ്രഭാവകാരകനാണ്. 2-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ ഭൂരിദ്രവ്യോ നൃപഹൃതധനി വക്രരോഗി ദിതിയെ, ഭൂരിദ്രവ്യ തനിക്ക് ധാരാളം ധനം ലഭിക്കും. അതിനാലാണ് ഞാൻ സൂചിപ്പിച്ചത് പലപ്പോഴും പൂർവികമായ സ്വത്ത് വിറ്റ് കണ്ടമാനം കാശ് ലഭിക്കും. അത് യഥാർത്ഥത്തിൽ ആയിരിക്കണമെന്ന് മാത്രം. എൻ്റെ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർ വൈദ്യമണി വാങ്ങാൻ ശ്രമിക്കണം കച്ചവട സമയത്ത്, അല്ലെങ്കിൽ ചതിക്കപ്പെടും. എന്ത് സംഭവിക്കും? പലപ്പോഴും ബ്ലാക്ക് മണി എന്നൊക്കെ പറഞ്ഞ് തരുന്നത് ആർക്കും വേണ്ടാത്ത നോട്ട് കെട്ടുകളാകാം. അങ്ങനെ ചതിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് സ്വർണ്ണ വിഷയത്തിലായാലും ധനവിഷയത്തിലായാലും ഒക്കെ വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായ ചതിയിൽ പെട്ടുപോകും ഇടവൻ രാശിക്കാർ. മുഖേ ദോഷദൃ ശീഘ്ര ഭോഗാന്ത ഏവ, മുഖത്ത് രോഗങ്ങൾ വരും. 2-ൽ സൂര്യൻ വരുമ്പോൾ കണ്ണുകൾക്ക് രോഗം വരും. അതിനുമൊപ്പം വളരെ ശ്രദ്ധിക്കേണ്ടത് കഫജന്യമായ ബുദ്ധിമുട്ടുകളാണ്. ഈ മഴക്കാലത്തുണ്ടാകുന്ന വൈറൽ ഫീവേഴ്സ്, അപ്രകാരം കഫാധിക്യമുള്ള ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബേ ഗുരു കഷ്ടസാധ്യോ ജയോർത്ഥ, 2-ൽ വ്യാഴം നിൽക്കുമ്പോൾ ധനപരമായ വിഷയത്തിൽ വിജയവും ധന ആർജനവും വളരെ കഷ്ടപ്പെട്ട് വേണമെന്നാണ് പറയുന്നത്. സദാനോ ധനേ വിശ്രമോ യജ്ഞതോപി, ധനത്തിന് വേണ്ടി അങ്ങേയറ്റം അവിശ്രാന്തം ജോലി ചെയ്യേണ്ടി വരും. ധനം ലഭിക്കാൻ കഷ്ടപ്പാടുണ്ട്. അവിടെയും എന്തൊരു ഫലമുണ്ട്? അവിടെയും നമുക്ക് ഈ ഒരു ഫലം വളരെ സജീവമായിട്ടുണ്ട്. ആദിത്യൻ 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭൂരിദ്രവ്യോ നവഹൃതധനി, ധാരാളം കാശുണ്ടാകും. രാജാവ് തൻ്റെ കാശ് കൊണ്ടുപോകുമെന്ന ഫലം. സൂര്യൻ 2-ൽ നിൽക്കുമ്പോഴുള്ള ചമത്കാര ചിന്താമണിയിലെ ഫലവും നിങ്ങൾ ശ്രദ്ധിക്കുക. ധനയസ്യ ഭാനുസ ഭാഗ്യാധികസ്യ ചതുഷ്പാസുഖം സദ്വേ സംജയാതി. ആത്മീയമായ വിഷയത്തിലേക്ക് നല്ല കാര്യങ്ങൾക്ക് കാശ് ചെലവാക്കാം. വാഹന സുഖം ലഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്ത് കുടുംബേ കലിർ ജായദേവി, ഭാര്യകാരന് കുടുംബത്തിൽ കലിയുണ്ടാകുന്നു. ഭാര്യകാരൻ കുടുംബത്തിൽ അസ്വസ്ഥത ധാരാളം ഉടലെടുക്കും. ക്രിയാനിഷ്ഫലായാതി ലാഭസ്യഹേതോ, ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കുറയും. അതിനാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു മാസക്കാലം വേണ്ട, ബുദ്ധിമുട്ട് വരും. 2 ഗ്രഹങ്ങളും സാമ്പത്തികമായ ഒരു വ്യക്തിയുടെ വിജയത്തെ സഹായിക്കുന്നില്ല. അതിനാൽ വളരെ ശ്രദ്ധിക്കണം ഇടവൻ രാശിക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ. ഇവിടെയൊക്കെ വ്യാഴവും സൂര്യനുമാണ്. ഏറ്റവും നല്ലത് പരിഹാരത്തിന് ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ധാരാളം ശങ്കരനാരായണ ക്ഷേത്ര സന്നിധികളുണ്ട്. ഇവിടെ വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർ ഒരു ശോഭനമായ നല്ല ഒരു മാസക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.